അഡ്വക്കേറ്റ് ബൈജു നോയൽ, അദ്ദേഹമാണ് ഈ വിഷയത്തിലെ ഹർജിക്കാരൻ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൈജു നോയൽ, അത് കോടതി കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു വലിയ വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്, വലിയൊരു ഒരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ള തുടരന്വേഷണം വരുമ്പോൾ ഇതിൽ ആദ്യം മുതൽ തന്നെ കൃത്യമായി തെളിവുകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ട്യാ പ്രശ്നമുണ്ട് എന്ന് കൂടി കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിജയത്തിലേക്ക് അടുക്കുകയാണ്. എന്താണ് പ്രതികരണം? ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഭാഗമാണ്. അത് ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹം ഒരു സിറ്റിസൺ എന്നുള്ള നിലയിലും അദ്ദേഹം അത് വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ പ്രൈമ ഫേസിയെ ഒരു കേസ് ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഈ ഡെറോഗേറ്ററി സ്പീച്ച് കണ്ട എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനകത്ത് കേരള പോലീസ് അതിനകത്ത് പ്രാഥമികമായ അന്വേഷണം നടത്തി. വാസ്തവത്തിൽ അതിനകത്ത് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു ആദ്യം കേസെടുക്കാൻ വേണ്ടി. അതിനകത്ത് കേസെടുത്തതിന് ശേഷം തിരുവല്ല ഡിവൈഎസ്പി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി അപ്പോയിന്റ് ചെയ്തു. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വാസ്തവത്തിൽ ഈ പ്രതിയുടെ വോയിസ് സാമ്പിൾ എടുക്കാനോ അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യന്റെ വോയിസ് സ്പെക്ട്രോഗ്രാഫിക്ക് അയച്ച് അതിന്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഫൈനൽ റിപ്പോർട്ട്, റെഫർ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഫയൽ ചെയ്തത്. ആ റെഫർ റിപ്പോർട്ടിനകത്ത് 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ മൊഴികൾ അദ്ദേഹം പരിഗണിച്ചതേയില്ല. അദ്ദേഹം അതിനകത്ത് ഈ 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മൊഴി. അത് പരിഗണിക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിനകത്ത് 4 പേജുള്ള ഒരു റെഫറൽ റിപ്പോർട്ടാണ് ഈ ഇത്രയും വലിയ ഒരു കേസിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതി മുമ്പാകെ ഫയൽ ചെയ്തത്. വാസ്തവത്തിൽ അത് ഈ പറയുന്ന പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. പ്രതി നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരളത്തിലെ ഒരു മന്ത്രിയാണ്, റൂളിംഗ് പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്, MLA ആണ്. സ്വാഭാവികമായിട്ട് കേരള പോലീസ് ബയസ്ഡ് ആവും, അണ്ടർ പ്രഷറിലായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് കേരള പോലീസ് വശംവദരായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അതിനകത്ത് റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി സമീപിച്ചത്. അതിനകത്ത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ആണ് ഞാൻ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടത്. കാരണം കേരളത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ വളരെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ കേരളത്തിലെ പോലീസിലെ ഒരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പിയോ അന്വേഷിച്ചാൽ ആ കേസിനകത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല. അത് പല വിധിന്യായങ്ങളിലും കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷന് വിടുമ്പോൾ പല കേസുകളിലും കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കേസിനകത്തും ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. എനിവേ ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് കേരള ഹൈക്കോടതി DGPക്ക് ഡയറക്ഷൻ നൽകിയിരിക്കുന്നത്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിനകത്ത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ സത്യം പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വാസ്തവത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നുള്ളത് കൂടിയാണ് എന്റെ അഭിപ്രായം. ഈ ഹൈക്കോടതി വിധിയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഈ ക്രൈംബ്രാഞ്ചിലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോൾ പോലീസിനെ രൂക്ഷമായി വിമർശിക്കുന്നത് തന്നെയാണ് ആ ഒരു നീക്കം. എന്ന് മാത്രമല്ല, ഈ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അങ്ങനെ താങ്കൾ ഹൈക്കോടതിയിൽ എന്തൊക്കെ അതായത് ആദ്യം വന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എന്തൊക്കെ വാദങ്ങളാണ് താങ്കൾ ഹൈക്കോടതിയിൽ ഉയർത്തിയത്? ഇതൊരു സയന്റിഫിക് എവിഡൻസ് പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. FSL റിപ്പോർട്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നതാണ് കോടതിയുടെ ഫൈൻഡിങ്സ്. ഇതിനകത്ത് FSL റിപ്പോർട്ട് ഇല്ലാതെയാണ് വാസ്തവത്തിൽ ഫൈനൽ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫയൽ ചെയ്തത്. FSL റിപ്പോർട്ട് ഇപ്പോഴും ലാബിൽ പെൻഡിംഗ് ആണ്. അതിന്റെ റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഈ അക്യൂസിന്റെ വോയിസ് സാമ്പിൾ എടുക്കണം. ആ വോയിസ് സാമ്പിൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് വോയിസ് സ്പെക്ട്രോഗ്രാഫിക്ക് വിടണമെങ്കിൽ ആ വോയിസ് സാമ്പിൾ വേണമല്ലോ. അതുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് അവിടെ CCTV ഫുട്ടേജ് ഇല്ല, ഇദ്ദേഹത്തിന്റെ കോൾ CDR ഇല്ല, അദ്ദേഹം ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കേഡേഴ്സിന്റെ സാക്ഷി മൊഴികളാണ് രേഖപ്പെടുത്തിയത്. 37 ഓളം സാക്ഷികളിൽ
റെസ്റ്റ് ഓഫ് ദ വിത്ത് 5 പേർ കൂടാതെ ബാക്കി എല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കേഡേഴ്സ് ആണ്. അതിൽ തന്നെ MLA-മാരുണ്ട്. അവരാരും ഇത് കേട്ടില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചില്ല എന്നാണ് അത് കേട്ടിരുന്ന മറ്റ് MLA-മാരായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അതൊക്കെ വിശ്വസിക്കാൻ കഴിയും? അത് കേട്ടിട്ടുള്ള മുഴുവൻ കേരളത്തിലെ മലയാളം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലാകും ഇന്ത്യൻ ഭരണഘടനയെ അദ്ദേഹം അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രഥമ ദൃഷ്ട്യാ അവഹേളനമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ മുന്നിൽ ഇരിക്കവേ തന്നെ ഇനി ഏത് അന്വേഷണം നടത്തി മറ്റൊരു കണ്ടെത്തൽ നടത്തിയാലും കോടതി ഇതാദ്യമേ പരിശോധിച്ച് അക്കാര്യത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുക കൂടിയാണ്. അതൊരു അനുകൂലമായ ഒരു വാദമായി തുടരുകയായിരിക്കും ഇനി അങ്ങോട്ട് കേസ് പോയാലും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു കേസാണ്. ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട് സെക്ഷൻ 2 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അപമാനിച്ച ആദ്യത്തെ ക്രൈമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു മുമ്പിൽ ആന്റിസിഡൻസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മധുര കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അവിടെ DMK-യുടെ നേതാക്കന്മാർ ഇന്ത്യൻ ഭരണഘടന കത്തിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിൽ ആ മധുര മജിസ്ട്രേറ്റ് കോടതി ആ DMK-യുടെ അന്നത്തെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി നടരാജൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൺവിക്ട് ചെയ്യുകയാണ് ചെയ്തത്. അവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി ആ ജഡ്ജ്മെന്റിനെ അഫം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അവർ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. അത് അവർക്ക് കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആണെങ്കിൽ ആ ആന്റിസിഡൻസ് വെച്ചാണെങ്കിൽ ഇതിനകത്ത് പ്രൈമ ഫേസി ഒഫൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയുടെ കണ്ടെത്തൽ ഉണ്ടായ സ്ഥിതിക്ക് ഇതിനകത്ത് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം. ഇതിനകത്ത് പ്രൈമ ഫേസി കേസുണ്ട്. അദ്ദേഹം അതിന് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുകയും ലഭ്യമാകുന്ന ശിക്ഷകൾ അനുഭവിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് ബൈജു നോയൽ. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് താങ്കളുടെ വാദങ്ങൾ വ്യക്തമാക്കിയതിന് ഹർജിക്കാരനാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. വിവാദ പ്രസംഗത്തിൽ ഹൈക്കോടതിയുടെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി വിധിയും ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ തുടരന്വേഷണം വേണം. ക്രൈംബ്രാഞ്ചിൽ ക്രെഡിബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി DGPക്ക് നിർദ്ദേശം നൽകുമ്പോൾ അത് പോലീസിന് എതിരെയുള്ള രൂക്ഷ വിമർശനം കൂടിയാവുകയാണ്.